കള്ളക്കേസിൽപ്പെടുത്തിയതാണെന്ന് വ്യക്തമാക്കുന്നതാണ് 2 ദിവസത്തിനകം ഹൈക്കോടതിയിൽ നിന്ന് അവർക്ക് ലഭിച്ച ജാമ്യം. അവരുടെ പേരിലുള്ള കേസെന്താ? അവർ 2019 ഫെബ്രുവരി 18-ാം തീയതി പോലീസ് ജീപ്പിൽ ഉണ്ടായിരുന്ന പെരിയ കേസിലെ 2ാം പ്രതിയായ സജി ജോർജിനെ മോചിപ്പിക്കാൻ നേതൃത്വം കൊടുത്തു. മോചിപ്പിക്കുന്നതിന് അവർ ഗൂഢാലോചന നടത്തിയെന്ന് CBI കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അത് വിചാരണ കോടതി തന്നെ തള്ളിക്കളഞ്ഞു. ആ വാദം സ്വീകരിച്ചില്ല. ഈ നേതാക്കൾ പെരിയയിലെ കൊലപാതകത്തിന് നേരിട്ട് പങ്കാളികളോ ആ സംഭവത്തിന് മുമ്പ് ഗൂഢാലോചനയിൽ പങ്കെടുത്തവരോ ആണെന്ന ആക്ഷേപം CBI കുറ്റപത്രത്തിൽ ഒരിടത്തും കാണാൻ കഴിയില്ല. CBI അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷം നേതാക്കളെ പ്രതിയാക്കണമെന്ന ഒറ്റ കാരണത്താൽ രാഷ്ട്രീയ നിർദ്ദേശമാണ് കൂട്ടിലിട്ട തത്തയായ CBI നടപ്പാക്കിയത്. അതിനു മുമ്പ് അന്വേഷണം നടത്തിയ പോലീസ് ഈ സംഭവത്തിൽ നേതാക്കന്മാർ ആരെങ്കിലും പങ്കാളികളാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല. അതായിരുന്നു സത്യവും. പെരിയ കേസ് സംബന്ധിച്ച് നേരത്തെ തന്നെ CPIM വ്യക്തമാക്കിയ ഒരു കാര്യം, അതൊരു രാഷ്ട്രീയ കൊലപാതകമല്ല, പാർട്ടിക്ക് അതിലൊരു പങ്കുമില്ല. പീതാംബരന് നേരെ കൊല്ലപ്പെട്ടവർ നടത്തിയ തുടർച്ചയായിട്ടുള്ള അക്രമവും അവരുടെ പേരിൽ ആ പ്രദേശത്ത് നടത്തിയിട്ടുള്ള കുഴപ്പങ്ങൾക്ക് വധശ്രമമടക്കമുള്ള നിരവധി കേസുകൾ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടും മറ്റും പീതാംബരന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു സംഭവമായിരുന്നു എന്നത് എല്ലാവരും തിരിച്ചറിഞ്ഞതാണ്.